അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണല്ലോ ഐസ്ക്രീം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു 2 കപ്പ് പാല്, അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ വനില എസൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം പാൽപ്പൊടിയും വനില എസൻസും നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല, ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ പാലിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കട്ട പിടിക്കാതെ ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാല് നമ്മുടെ ഗോതമ്പ് പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വരുന്ന ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര മതി കേട്ടോ ഈ ഒരു ഐസ്ക്രീമിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ട്. അപ്പോൾ മധുരം നല്ല മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ടാണ് 3/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഈ പാല് ചൂടായി വരുന്ന ഈ ടൈമിലേക്ക് നമുക്ക് ഈ ഗോതമ്പത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് തിളക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഈ ഗോതമ്പ് മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ മിക്സാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൈയെടുക്കാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും, അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ആ ഒരു പരിഭവം അതിൽ കൂടുതലായിട്ട് തിക്കായി വരണം. അതുവരെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു 8-10 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിഭവത്തിലാണ് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് കണ്ടെയ്നറിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഞാൻ ഈ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂറോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഈ 2 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ലിഡ് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഞാനിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു മിക്സ്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മിക്സാണ് കിട്ടിയത്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് വീണ്ടും ഈ കണ്ടെയ്നറിലേക്ക് തന്നെ മാറ്റാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂറോളം നമുക്ക് ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പം 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഐസ്ക്രീം നല്ല പാകമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 8 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ എന്തായാലും സൂക്ഷിച്ച് വെക്കണേ. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല കറക്റ്റായിട്ട് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഇതുപോലെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.